ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ രാമേശ്വരത്തേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്ന് പുലർച്ചെ 2:30 മണിയുടെ അമൃത എക്സ്പ്രസ്സിനാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഏകദേശം കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ നമ്മൾ രാമേശ്വരത്തെത്തി. അപ്പോൾ പാമ്പൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിൻ. അപ്പോൾ അതായത് ചുറ്റും കടലാണ്, അതിന് നടുക്ക് കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പേടി തോന്നി. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് അടുത്തോളം ഇങ്ങനെ ആ പാലത്തിൻ്റെ മുകളിൽ, കടലിൻ്റെ മുകളിൽ, ആ പാലത്തിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ട്രെയിനിൻ്റെ അവിടെ നിന്ന് താഴോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നി. അങ്ങനെ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ശേഷം കുറേ ഹോട്ടൽസൊക്കെ തപ്പി നടന്ന് ലാസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു ഹോട്ടൽ കിട്ടി. അങ്ങനെ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അടുത്ത് തന്നെ ഉള്ളൊരു ഹോട്ടൽ, ആര്യാസ് എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഇന്ന് പോയി മീൽസ് കഴിച്ചു. അതിനുശേഷം നമ്മൾ റെസ്റ്റ് എടുത്ത് കുറച്ച് നേരം ട്രെയിനിലേക്ക് ഇരുന്ന് വന്നതല്ലേ, അപ്പോൾ കാരണം കുറച്ച് നേരം നമ്മളൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി സത്യം പറഞ്ഞു. അപ്പോൾ ഉറങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണിയായപ്പോൾ നമ്മൾ പാമ്പൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ട് പോയി. ഓട്ടോയിലാണ് പോയത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ സൺസെറ്റ് ആയിരുന്നു. നല്ലൊരു നൈസ് ടൈമായിരുന്നു അത്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിൻ്റെ. അങ്ങനെ നൈസായിട്ട് അങ്ങനെ അവിടെ ഇങ്ങനെ ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു. അപ്പോൾ ഈ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചില്ല് ചെയ്ത് ഇങ്ങനെ നടന്നു വരുമ്പോൾ ട്രെയിൻ, ആ ബ്രിഡ്ജിൽ കൂടെ ട്രെയിൻ പോകുന്നത് കണ്ടു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൈമിൽ വന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ. അങ്ങനെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് നമ്മൾ നടന്നു പോവുക. ഒരു നൈറ്റ് വൈബ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നു പോയി. അപ്പോൾ നടന്നു പോയപ്പോൾ ഒരു ടെമ്പിൾ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് പൂജയും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഒരു 7 മണിയായപ്പോൾ നമ്മൾ രാമേശ്വരം ടെമ്പിളിലേക്ക് പോയി. രാമേശ്വരം ടെമ്പിൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഉള്ളിലുള്ള പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ ധനുഷ്കോടിയിലേക്ക് പോയി. ധനുഷ്കോടിയിലേക്ക് ഏകദേശം ഒരു 9:30 ആയപ്പോൾ നമ്മളെത്തി. ബസ്സിനാണ് പോയത്. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യയുടെ എൻഡിങ് ആണ്. അതിൻ്റെ ആ കടൽ കടന്നിട്ട് പിന്നെ അപ്പുറം ശ്രീലങ്ക എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കുറേ നേരം ബീച്ചിലൊക്കെ കയറി, ബീച്ചിലൊക്കെ കുറച്ച് നേരം കളിച്ചു. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി ചെറുതായിട്ട്. അങ്ങനെ ബീച്ചിലൊക്കെ കളിച്ച് കുറേ അധികം ഫോട്ടോസ് എടുത്തു കേട്ടോ. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അവിടെ ഇങ്ങനെ വൈബ് ചെയ്ത് നടന്നു. പിന്നെ അവിടെ റേഞ്ചൊക്കെ വളരെ കുറവായിരുന്നു. നമുക്ക് GPay ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അത് നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ ഒരു മീൻ ഇങ്ങനെ പിടിച്ച് ആൾക്കാരിങ്ങനെ കൊണ്ടുവന്നിട്ട് അതൊരു സെപ്പറേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ മീനൊക്കെ എടുത്തിട്ടുള്ളൊരു അതൊക്കെ കണ്ടു. ചുമ്മാ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഇങ്ങനെ നോക്കിയിരുന്നു. മത്തിയായിരുന്നു തോന്നുന്നത് മീൻ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ലൈറ്റ് ഹൗസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ലൈറ്റ് ഹൗസ് അടുത്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടന്നു പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നടന്നപ്പോഴാണ് ലാസ്റ്റ് മനസ്സിലാവുന്നത് നല്ല വഴിയുണ്ടെന്ന്. അപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നമ്മൾ നടന്നു. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ നമ്മളവിടെ ചുമ്മാ കയറി. അപ്പോൾ എന്തോ പൂജയും കാര്യങ്ങൾ, അവർ ഫുഡ് കഴിക്കുക എന്തൊക്കെയാണ്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലൈറ്റ് ഹൗസിലെത്തി. അവിടെ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയപ്പോഴാണ് ശരിക്കും ധനുഷ്കോടിയുടെ ആ ഒരു വ്യൂ കണ്ടത്. ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം ഏറ്റവും ടോപ്പിൽ നിന്ന് ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു അത്ഭുതം പോലെ തോന്നി. നല്ല രസമായിരുന്നു. ഇപ്പുറത്തും കടൽ, നടുക്ക് റോഡ്, അതൊക്കെ കാണുമ്പോൾ ഭയങ്കര പെട്ടെന്ന് നല്ലൊരു അത് കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു സമാധാനം പോലെ തോന്നി. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് ബോക്സ് കണ്ടു കേട്ടോ. കുറേ നാളായി ഒരു പോസ്റ്റ് ബോക്സ് കാണുന്നു. അപ്പോൾ അത് ചുമ്മാ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അത് നമ്മളൊരു ഓൾഡ് ചർച്ചിലേക്ക് പോയി. അതൊരു പഴയൊരു ചർച്ചാണ്. അത് കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞൊരു ചർച്ചാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ബീച്ചും ഉണ്ട്. അങ്ങനെ അവിടെ ബീച്ചിലൊക്കെ കയറി. അതിന് തൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. അവിടെ ശ്രീരാമൻ്റെ കാൽപാദം പതിഞ്ഞൊരു അമ്പലമായിരുന്നു. അപ്പോൾ അവിടെ കയറി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞൊരു ഹൗസാണ്. അത് നമ്മൾ നമുക്ക് 1:30 തിരിച്ച് രാമേശ്വരത്ത് നിന്ന് ട്രെയിൻ. അപ്പോൾ ഏകദേശം നല്ല ലേറ്റായി അപ്പോൾ നമ്മൾ ബസ്സൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളൊരു ചേട്ടൻ്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കയറിക്കോ, ബസ് കാശ് തന്നാൽ മതി, 30 രൂപ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളിത് കയറി. അപ്പോൾ ആ ചേട്ടൻ്റെ പേര് പന്നീർസെൽവം എന്നാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയാത്ത ആളുടെ കൂടെ. അപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ ധൈര്യം സംഭരിച്ച് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആ ചേട്ടൻ്റെ കൂടെ കയറി. അങ്ങനെ നമ്മൾ ഏകദേശം ആ ചേട്ടൻ നമ്മളെ വേഗം എത്തിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ബസ്സിൽ 1 മണിക്കൂർ എടുത്തത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ചേട്ടൻ എത്തിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചു പോന്നു.